ഇംഗ്ലണ്ടിലെ ഒരു സംഗീത ഹാൾ. അവിടെ ഗായകൻ വേദിയിൽ മനം നിറഞ്ഞ് പാടുകയാണ്. ആ പാട്ടിന് വരികൾക്കൊത്ത് ആസ്വാദകർ. അവർ ഓരോ ഗാനം തീരുമ്പോഴും കൈയടിക്കുകയും ഗായകനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ഒരു കൗമാരക്കാരനുണ്ടായിരുന്നു. ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവൻ. ഒന്നിനെയും ഉള്ളിലേക്ക് എടുക്കാതെയും എല്ലാത്തിനെയും അവിശ്വസിക്കുകയും ചെയ്യണം. തൻ്റെ കൂട്ടുകാരുമൊത്ത് അവനും പാട്ട് ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഗാനം അല്പം വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ വരികൾ അവനെ സ്പർശിച്ചു. പുതിയൊരു ചിന്ത, പുതിയൊരു വെളിച്ചം, പുതിയൊരു ഉൾക്കാഴ്ച. അവന് കൈയടിക്കാൻ സാധിച്ചില്ല. അവന് താളം ചവിട്ടുവാനും സാധിച്ചില്ല. കാരണം അത് അങ്ങനെ ഒരു ഗാനമായിരുന്നു. അതിലെ വരികൾ തന്നോട് മാത്രമുള്ള വരികളാണെന്ന് അവന് തോന്നിപ്പോയി. ലക്ഷ്യമില്ലാതെ എന്നോണം നൂലറ്റ പട്ടം പോൽ അലഞ്ഞു തിരിയുകയായിരുന്ന അവനെ ആ ഗാനവും അതിലെ വരികളും എവിടെയോ ബന്ധിച്ചിടുകയായിരുന്നു. ജീവിതത്തിന് അർത്ഥമില്ലെന്നും ദൈവമില്ലെന്നും കരുതി ജീവിച്ചു പോന്നിരുന്ന അവന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പലതും കടന്നു വരുന്നതിന് തുടക്കമായിരുന്നു അത്. അന്ന് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയത് അതുവരെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല, പുതിയൊരു ചെറുപ്പക്കാരനായിരുന്നു. അത് അവന്റെ രണ്ടാം പിറവിയായിരുന്നു. ഇനി വർഷങ്ങൾക്ക് ശേഷം വത്തിക്കാനിലേക്ക് പോകാം. കൃത്യമായി പറഞ്ഞാൽ 2026 ഫെബ്രുവരി 22 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലേക്ക്. അന്ന് അവിടെ വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിൽ വാർഷിക ധ്യാനം നടക്കുകയാണ്. ലയോ 14 പാപ്പയും റോം ക്യൂരിയായിലെ അംഗങ്ങളുമാണ് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ധ്യാനത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തിരിക്കുന്ന മാർപ്പാപ്പ, റോമൻ ക്യൂരിയായിലെ മറ്റ് അംഗങ്ങൾ, ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ ധ്യാനിപ്പിക്കുന്നത് ബിഷപ്പ് എറിക് വാർഡൻ ആണ്, നോർവീജിയൻ ബിഷപ്പ്. അതോടൊപ്പം അദ്ദേഹം ഒരു ട്രാപ്പിസ്റ്റ് സന്യാസി കൂടിയാണ്, ഒരു ആത്മീയ എഴുത്തുകാരനാണ്. എന്നാൽ അത് മാത്രമാണോ ബിഷപ്പ് എറിക്കിന്റെ പ്രത്യേകത? ഒരിക്കലുമല്ല. അന്ന് ഇംഗ്ലണ്ടിലെ സംഗീത ക്ലബിൽ നിന്ന് മനസ്സിൽ വലിയൊരു ഭാരവുമായി ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരനെ ദൈവം മാറ്റിയെടുത്തപ്പോൾ സംഭവിച്ച അത്ഭുതകരമായ പരിണാമമാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാർപ്പാപ്പയുടെ ധ്യാനഗുരുവായി മാറ്റിയിരിക്കുന്നത്. 2 കാലങ്ങൾ, ഒരേ വ്യക്തി. ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചു കൂടാതെയുള്ളത്? എല്ലാത്തരം മതവിശ്വാസങ്ങളോടും പ്രത്യേകിച്ച് ക്രിസ്തു മതത്തോട് അകലം പാലിച്ച് ജീവിച്ച, ക്രിസ്തു മതത്തോട് വിദ്വേഷം പുലർത്തി കടന്നുപോയ ഒരു കൗമാരക്കാരനെ ദൈവം തനിക്കായി സ്വന്തമാക്കുകയായിരുന്നു. ദൈവത്തിന്റെ രഹസ്യം മറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ വെളിപ്പെട്ട അത്ഭുതകരമായ മാനസാന്തരമായിരുന്നു ബിഷപ്പ് എറിക് വാർഡന്റേത്. നിസാരമെന്ന് നാം കരുതുന്ന സംഭവങ്ങളിലൂടെ പോലും ദൈവത്തിന് ഒരാളെ തനിക്കായി സ്വന്തമാക്കാനാവുമെന്ന സത്യമാണ് എറിക് വാർഡനെ ബിഷപ്പ് എറിക് വാർഡനാക്കിയ ഈ ജീവിത കഥയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അത്ഭുത മാനസാന്തരം. 1974 മെയ് 13 നോർവേയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു എറിക് വാർഡന്റെ ജനനം. ലൂതറൻ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിതാവ് ഒരു മൃഗഡോക്ടറായിരുന്നു. മതപരമായ ആചാരങ്ങൾ ആ ജീവിതത്തിൽ അന്യമായിരുന്നു. കാരണം ഒരു മതത്തോടും വിശ്വാസമോ ആഭിമുഖ്യമോ ഇല്ലാതെ വളർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും. ആജ്ഞേയവാദിയായിട്ടായിരുന്നു അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. ജീവിതത്തിന്റെ അർത്ഥം എറിക്കിന് പിടികിട്ടിയിരുന്നില്ല. ജീവിതം അർത്ഥരഹിതമായ ഒരു പദമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ അലസമായി ജീവിച്ചു വരവെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ആ സംഭവം നടന്നത്. തുടക്കത്തിൽ നാം പറഞ്ഞ ഇംഗ്ലണ്ടിലെ സംഗീത ഹാളിൽ നടന്ന സംഭവം. അന്ന് അവിടെ ജർമ്മൻ സംഗീതജ്ഞനായ ഗുസ്താവ് മെയ്ലറിന്റെ റെസറക്ഷൻ സിംഫണിയാണ് എറിക് കേട്ടത്. പാശ്ചാത്യ സംഗീത ചരിത്രത്തിലെ ഏറ്റവും മഹാനായ സംഗീത സംവിധായകരിലും ഓർക്കസ്ട്ര കണ്ടക്ടർമാരിലും മുമ്പനാണ് ഗുസ്താവ് മെഹ്ലർ. 1860 ജൂലൈ 7 ജനിച്ച അദ്ദേഹം 1911 മരണമടഞ്ഞത്. മനുഷ്യ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണ് ഗുസ്താവിന്റെ സംഗീതം. സന്തോഷവും ദുഃഖവും സ്നേഹവും മരണവും പ്രത്യാശയും വിശ്വാസവും നിത്യതയും പ്രകടമാക്കപ്പെടുന്നവയാണ് അദ്ദേഹത്തിന്റെ സിംഫണികൾ. ശബ്ദങ്ങളിൽ എഴുതിയ തത്വചിന്ത എന്നാണ് ഗുസ്താവിന്റെ സിംഫണികളെ ലോകം വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയെയും ആത്മീയതയെയും കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളാണ് ഗുസ്താവിന്റെ സംഗീതത്തിൽ ഉൾപ്പെട്ടിരുന്നത്. മരണവും പുനരുത്ഥാനവും ദൈവാന്വേഷണവും പോലെയുള്ള വിഷയങ്ങൾ ഗുസ്താവിന്റെ കൃതികളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഗുസ്താവിന്റെ സിംഫണികളിൽ ഏറ്റവും പ്രശസ്തമാണ് സിംഫണി നമ്പർ 2 റെസറക്ഷൻ. മരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് പുനരുത്ഥാനത്തിന്റെയും പ്രത്യാശയുടെയും വിജയത്തിൽ അവസാനിക്കുന്നു എന്നതാണ് ഈ സിംഫണിയുടെ പ്രത്യേകത. ഈ സിംഫണിയാണ് അന്ന് എറിക് കേട്ടത്. അതാണ് എറിക് വാർഡന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചത്. പ്രത്യേകിച്ച് അവസാന ഭാഗത്തിലെ "നീ വെറുതെയല്ല ജനിച്ചത്, നീ വെറുതെയല്ല കഷ്ടപ്പെട്ടത്" എന്ന വരികൾ.
ഈ വരികൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കുകയായിരുന്നു. ബോധത്തിൽ അടിമുടി മാറ്റം സംഭവിച്ചു എന്നാണ് അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ. മനുഷ്യ ജീവിതത്തിന് സ്വന്തം പരിധികൾക്കപ്പുറമുള്ള ഒരു അർത്ഥമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ ഗാനം സഹായിച്ചു. കലകളിലൂടെ പോലും സംഭവിക്കാവുന്ന ദൈവിക അന്വേഷണത്തിന് വ്യക്തമായ ഉദാഹരണം കൂടിയാണ് എറിക് വാർഡന് സംഭവിച്ച ഈ മാനസാന്തരം. ദൈവത്തെ അന്വേഷിക്കുന്നതിന് കലകളും പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് അത് നമ്മോട് തുറന്നു പറയുന്നു. പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നുവെന്ന വിശുദ്ധ മൊഴികളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. തത്വശാസ്ത്രപരമായ വാദമോ മതപരമായ സ്വാധീനമോ ആയിരുന്നില്ല വാർഡന്റെ അത്ഭുത മാനസാന്തരത്തിന് കാരണമായതെന്ന് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. മറിച്ച് സംഗീതത്തിലെ സൗന്ദര്യവും സത്യവുമായിരുന്നു. കലയെ കേവലം വിനോദ ഉപാധിയായി മാത്രം കാണുന്നവർക്ക് എറിക് വാർഡന് സംഗീതത്തിലൂടെ സംഭവിച്ച മാനസാന്തരം ഒരു തിരിച്ചറിവായി മാറണം. അതുപോലെ കലാകാരന്മാർക്ക് ഈ സംഭവം അവരുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുവാൻ കാരണമായി. ഈ പ്രകടമായ മാറ്റം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 19 ആയിരുന്നു. അതേക്കുറിച്ച് ബിഷപ്പ് എറിക് വാർഡൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: സംഗീതത്തിലൂടെയുള്ള അതീന്ദ്രിയതയുടെ അനുഭവത്തിലൂടെയാണ് വിശ്വാസത്തിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം. സഭയുടെ ആരാധനക്രമത്തിന്റെ കണ്ടെത്തൽ അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ടതായിരുന്നു. ആഘോഷിക്കപ്പെട്ട രഹസ്യത്തിന്റെ വസ്തുനിഷ്ഠത എന്നെ അത്ഭുതപ്പെടുത്തി. പിന്തുടരുവാൻ ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ എനിക്ക് ആശ്വാസം അനുഭവപ്പെട്ടു. അതുവരെ പ്രാർത്ഥിക്കാത്തവൻ, അതുവരെ ദൈവത്തെ വിശ്വസിക്കാത്തവൻ, പക്ഷേ ആ ഗാനം അവനെ സ്പർശിച്ചു. അതിലൂടെ അവൻ ദൈവത്തെ കണ്ടു. വെറും സ്വരങ്ങളുടെ കൂട്ടായ്മയല്ല, മനുഷ്യ ഹൃദയത്തിന്റെ കരച്ചിലും പ്രത്യാശയും സ്വർഗത്തെ തേടിയുള്ള ആത്മാവിന്റെ യാത്രയുമാണ് ഗുസ്താവിന്റെ സംഗീതം എനിക്ക് അനുഭവപ്പെട്ടത്. ചിലപ്പോൾ അത് കൊടുങ്കാറ്റ് പോലെ മുഴങ്ങും, വേറെ ചിലപ്പോൾ പ്രാർത്ഥനയുടെ നിശബ്ദത പോലെ അതിന്റെ ഹൃദയത്തെ സ്പർശിച്ചു, ബിഷപ്പ് വാർഡൻ പറയുന്നു. ജീവിതം ആഘോഷിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും അല്ലെങ്കിൽ നിരർത്ഥകമാണെന്നും കരുതി പോന്നിരുന്ന ചില അബദ്ധ ധാരണകൾ എറിക്കിന്റെ ഉള്ളിൽ നിന്ന് അതോടെ വേരോടെ പിഴുതെറിയപ്പെടുകയായിരുന്നു. സംഗീതാനുഭവം ദൈവാനുഭവമായി മാറിയപ്പോൾ അദ്ദേഹം ക്രിസ്തീയ ഗ്രന്ഥങ്ങളും സഭാപിതാക്കന്മാരുടെ രചനകളും വായിക്കുവാൻ തുടങ്ങി. കേംബ്രിഡ്ജ് സർവകലാശാലയുടെ വിശാലത കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന് അവസരം സൃഷ്ടിക്കുകയും ചെയ്തു. വിശ്വാസം അന്ധമായ വികാരമല്ലെന്നും മറിച്ച് സത്യാന്വേഷണത്തിന് യുക്തിസഹമായ മറുപടിയാണെന്നും എറിക് തിരിച്ചറിഞ്ഞു. ദീർഘമായ പ്രാർത്ഥനകളുടെ ധ്യാനങ്ങളുടെ ആരംഭമായിരുന്നു അത്. 1993 ജൂണിലാണ് എറിക് ഔദ്യോഗികമായി കത്തോലിക്ക സഭയിൽ അംഗമായത്. കേംബ്രിഡ്ജിലും റോമിലുമായിരുന്നു പഠനം. അതിനുശേഷം 2002 ഇംഗ്ലണ്ടിലെ ലെസ്റ്റർഷെയറിലെ കോൾവിലിനടുത്തുള്ള ട്രാപ്പിസ്റ്റ് ആശ്രമമായ മൗണ്ട് സെന്റ് ബേർണഡ് ആബിയിൽ ചേർന്നു. ഓർഡർ ഓഫ് സിസ്റ്റേഴ്സിയൻസ് ഓഫ് ദി സ്ട്രിക്ട് ഒബ്സർവേഷൻ എന്നാണ് ട്രാപ്പിസ്റ്റ് സഭയുടെ ഔദ്യോഗിക പേര്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന സന്യാസികളാണ് ഇവർ. 1664 ഫ്രാൻസിലെ ലാ ട്രാപ്പ് ആബെ ആശ്രമത്തിലാണ് ഈ സന്യാസ സമൂഹം ആരംഭിച്ചത്. സന്യാസ ജീവിതത്തെ കൂടുതൽ കർശനമായ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും മൗനത്തിന്റെയും വഴിയിലേക്ക് നവീകരിക്കുന്നവരാണ് ട്രാപ്പിസ്റ്റ് സന്യാസിമാർ. ദീർഘമായ പ്രാർത്ഥനകളും നിശബ്ദതയുമാണ് ട്രാപ്പിസ്റ്റ് സന്യാസിമാരുടെ ജീവിതത്തിന്റെ പ്രത്യേകത. കൃഷിയും കരകൗശല വസ്തുക്കളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും നിർമ്മാണത്തിലൂടെ കഠിനാധ്വാനം ചെയ്താണ് അവർ ജീവിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥ വായനയും ധ്യാനവും ഇവരുടെ സവിശേഷതകളിൽ പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ ആദർശവാക്യം. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് അകന്ന് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുകയും മനുഷ്യർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ട്രാപ്പിസ്റ്റ് സന്യാസിമാർ. അവരിൽ ഒരാളായി തീരുകയായിരുന്നു എറിക് വാർഡൻ. പ്രാർത്ഥനയും മൗനവും ത്യാഗവും കഠിനാധ്വാനവും ചേർന്ന ട്രാപ്പിസ്റ്റ് സന്യാസ പരിശീലന കാലം അദ്ദേഹത്തെ വീണ്ടും മാറ്റിമറിച്ചു. കേംബ്രിഡ്ജ് പോലെയുള്ള സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയാണ് ലോകത്തിന്റെ ഈ നോട്ടത്തിൽ ഈ ഭോഷത്വം കാണിച്ചത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ലൗകികമായ ഏതൊക്കെ ഉയർച്ചകളും വളർച്ചകളും സ്വായത്തമാക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു എറിക് വാർഡൻ. എന്നിട്ടും അതെല്ലാം ത്യജിച്ച് ഉള്ളിലെ സ്വരത്തിന് ചെവി കൊടുത്ത് അദ്ദേഹം എത്തിച്ചേർന്നത് ഇംഗ്ലണ്ടിലെ ഏക ട്രാപ്പിസ്റ്റ് ആശ്രമത്തിലായിരുന്നു. കേവലം ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല അത്. വർഷങ്ങളോളം നീണ്ടുനിന്ന ആത്മീയ അന്വേഷണത്തിന്റെ പരിസമാപ്തിയായിരുന്നു. ഇംഗ്ലണ്ടിലെ ചാൺവുഡ് വനത്തിന്റെ നിശബ്ദതയിൽ സ്ഥിതി ചെയ്യുന്ന ട്രാപ്പിസ്റ്റ് ആശ്രമത്തിലെ അംഗമായതോടെ ഒരു പണ്ഡിതൻ ആജ്ഞേയവാദി സന്യാസിയും ദൈവവിശ്വാസിയുമായി തീരുകയായിരുന്നു. ആശ്രമത്തിലെ നിശബ്ദതയും മണിനാദങ്ങളും കഠിനാധ്വാനവും രാത്രികാല പ്രാർത്ഥനകളും വചന വിചിന്തനങ്ങളും എറിക്കിനെ താൻ ഇതുവരെ അവഗണിക്കുകയും താൻ ഇതുവരെയും കണ്ടെത്തുകയും ചെയ്തിട്ടില്ലാത്ത ഒരു ലോകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. സ്വന്തം കുറവുകളുടെ നടുവിലും ദൈവകൃപയുടെ ഉപകരണമായി മാറുക എന്നതാണ് സന്യാസ ജീവിതത്തിന്റെ അത്ഭുതം എന്നാണ് അതേക്കുറിച്ച് എറിക് വാർഡൻ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയത്. 2004 ഒക്ടോബർ 1 അദ്ദേഹം പ്രഥമ വ്രതവാഗ്ദാനവും 2007 ഒക്ടോബർ 6 നിത്യവ്രതവാഗ്ദാനവും നടത്തി. 2011 ജൂലൈ 16 ബിഷപ്പ് മാൽക്കം മക്കോണിൽ നിന്ന് അദ്ദേഹം അഭിഷേകം സ്വീകരിച്ച് വൈദികനായി.
ലൗകികമായ അറിവുകൾ വർദ്ധിക്കുകയും ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായതിലും കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒഴുക്കിൽ പെട്ടുപോകുന്നവരാണ് ഭൂരിപക്ഷവും. നമ്മുടെ നോട്ടവും നേട്ടവും ഈ ലോകത്തിലെ അറിവുകളുടെയും പദവികളുടെയും അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണെന്ന് പലരും മറന്നുപോകുന്നു. എന്നാൽ അതോർമ്മയുള്ളവരും നമുക്കിടയിൽ തന്നെയുണ്ട്. അതിൽ ഒരാളാണ് ബിഷപ്പ് എറിക് വാർഡൻ. കൂടുതൽ അറിവുകൾ ലഭിച്ചപ്പോൾ എല്ലാ അറിവുകളുടെയും ദാതാവായ ദൈവത്തെ അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അറിവുകേട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിന് നഷ്ടമായ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത്തരം തിരിച്ചറിവുകളാണ് ബിഷപ്പ് എറിക്കിനെ ദൈവത്തിങ്കിലേക്ക് തിരികെ നടക്കുവാൻ പ്രേരിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ ഭൂരിപക്ഷത്തിൽ നിന്ന് ബിഷപ്പ് എറിക്ക് വ്യത്യസ്തനാകുന്നത്. നമ്മളിൽ പലരും കൂടുതൽ അറിവ് സമ്പാദിക്കുമ്പോഴൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ കൂടാതെയും ജീവിക്കാമെന്ന അബദ്ധധാരണയിലാണ് പിന്നീട് നാം ജീവിതം കെട്ടിപ്പടുക്കുന്നത്. പക്ഷേ അപ്പോഴും നാം അറിയുന്നില്ല ദൈവത്തിലെത്തുവോളം നമ്മുടെ ആത്മാവ് അസ്വസ്ഥമാണെന്ന്. ആത്മാവിന്റെ ഈ അസ്വസ്ഥതയിലൂടെ ബിഷപ്പ് എറിക്ക് കടന്നു പോവുകയായിരുന്നു. മാനസാന്തരം അടിസ്ഥാനപരമായി ഒരു ടേണിംഗ് റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് സ്വയം ചോദ്യങ്ങളിൽ നിന്നാണ് ബിഷപ്പ് പറയുന്നു. 2011 മുതൽ 2013 വരെ റോമിലെ സെന്റ് അൻസ്ലേമിലെ പൊന്തിഫിക്കൽ അധീനിയത്തിൽ അദ്ദേഹം സിറിയക് ഭാഷ, സന്യാസ ചരിത്രം, ക്രിസ്ത്യൻ നരവംശ ശാസ്ത്രം എന്നിവയിൽ പ്രൊഫസറായിരുന്നു. 2015 മൗണ്ട് സെന്റ് ബേർണഡ് ആബിയുടെ ആബട്ടായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അതിലൂടെ ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ ജനിക്കാത്ത ആദ്യ ആബട്ടായി മാറുകയായിരുന്നു അദ്ദേഹം. 2019 ഫ്രാൻസിസ് പാപ്പയാണ് എറിക്കിനെ ട്രോൺഹൈമിന്റെ മെത്രാനായി നിയമിച്ചത്. മതപരിവർത്തനം പൂർണ്ണമായും പൂർത്തിയാകാത്ത കാര്യമായിട്ടാണ് ബിഷപ്പ് എറിക്ക് വിശ്വസിക്കുന്നത്. ഓരോരുത്തരും അവനവരുടെ കാര്യത്തിൽ അത് ആത്മാർത്ഥമായി ആരംഭിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവന്റെ ഇഷ്ടം ചെയ്യുന്നതും അവന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുന്നതുമാണ് പരിവർത്തനം എന്നാണ് എൻറ്ററിങ് ദി ടു ഫോൾഡ് മിസ്റ്ററി എന്ന പുസ്തകത്തിൽ മാനസാന്തര അനുഭവത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മതപരിവർത്തനം അടിസ്ഥാനപരമായി ഒരു വഴിത്തിരിവാണ്. സ്വയം ചോദ്യം ചെയ്യലിലൂടെയും എവിടെയോ എങ്ങനെയോ കൂടുതൽ നന്നായി ജീവിക്കുവാനും വ്യത്യസ്തമായി ജീവിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആത്മാർത്ഥമായ ബോധ്യത്തോടെയാണ് മതപരിവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹം തുടരുന്നു. ഒരാൾ എന്തിനാണ് കത്തോലിക്കനാകുന്നത് എന്നതിന് വ്യക്തമായ മറുപടി അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യബോധം വീണ്ടും കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരാൾ കത്തോലിക്കനാകുന്നത് എന്നാണ് ബിഷപ്പ് എറിക്ക് പറയുന്നത്. വിശ്വാസം പഠിപ്പിക്കുന്നത് സത്യമായതിനാലും സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നതിനാലും സ്വാതന്ത്ര്യം എന്ന ആശയം പലപ്പോഴും വാചാടോപപരമായി ഉപയോഗിക്കപ്പെടുകയും സത്യത്തിന്റെ അടിത്തറയിൽ നിന്ന് ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യബോധം വീണ്ടും കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരാൾ കത്തോലിക്കനാകുന്നത് എന്നാണ്. ക്രിസ്തീയ വിളിയെ വിജയകരമായി പുനർനിർമ്മിക്കുന്ന ലൗകിക പ്രവണതയുടെ കാലത്ത് ക്രിസ്തീയ ബോധ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് പടുത്തുയർത്താനാണ് അദ്ദേഹം നമ്മെ ക്ഷണിക്കുന്നത്. വിശ്വസ്തയോടെ നമ്മെ സമർപ്പിക്കുക, ആവശ്യമുള്ളിടത്ത് നമ്മെ തന്നെ ഉപയോഗിക്കുക, നല്ലത് നല്ലതായതിനാൽ പിന്തുടരുവാൻ മടി കാണിക്കാതിരിക്കുക, ബിഷപ്പ് പറയുന്നു. നോർവേയിലെ ട്രോൺഹെയിം ഏറ്റവും വലിയ നഗരപ്രദേശങ്ങളിൽ ഒന്നാണ്. എന്നാൽ അവിടെയാകട്ടെ കത്തോലിക്ക പ്രാതിനിധ്യം വളരെ കുറവുമാണ്, 2% താഴെ മാത്രം. അതുകൊണ്ട് തന്നെ നോർവേയിലെ ഒരു കത്തോലിക്ക മെത്രാനും സന്യാസ സഭയുടെ ആശ്രമാധിപനും ആയിരിക്കുന്നതിൽ ബിഷപ്പ് എറിക് വാർഡൻ ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്നാൽ സംഖ്യാടിസ്ഥാനത്തിൽ നോർവേയിലെ ട്രോൺഹെയിം ഒരു ചെറിയ സമൂഹമായി തോന്നാമെങ്കിലും അത് ഊർജ്ജസ്വലവും യുവത്വവും അത്ഭുതകരമായ വൈവിധ്യപൂർണവുമാക്കി മാറ്റുന്നതിൽ 51-കാരനായ എറിക് വാർഡന്റെ ശുശ്രൂഷകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 130 രാജ്യങ്ങളിൽ നിന്നുള്ള കത്തോലിക്കരാണ് ഈ രൂപതയിലുള്ളത്. സഭയുടെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രകടമായ മാറ്റത്തിന് ഇദ്ദേഹം ഇതിനകം കാരണക്കാരനായിട്ടുണ്ട്. സുവിശേഷത്തെ അതിന്റെ പുതുമയിൽ അവതരിപ്പിക്കുവാനും അത് പുതിയതും പുതുമയുള്ളതുമായി കാണുവാനും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ബിഷപ്പ് എറിക് പറയുന്നത്, നമ്മുടെ കൈകളിൽ വലിയൊരു ദൗത്യമുണ്ട്, കൃത്യവും സന്തോഷകരവുമായ ഒരു ദൗത്യം. ഒരേ സമയം വികസിപ്പിക്കേണ്ട നിരവധി വശങ്ങൾ അതിനുണ്ട്. ആധികാരിക കത്തോലിക്ക പഠിപ്പിക്കലുകൾ, ആശയവിനിമയം നടത്തുന്നതിനുള്ള വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. ആരാധനക്രമത്തിന്റെ സമ്പത്ത് കണ്ടെത്തുവാൻ ആളുകളെ അനുവദിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും കത്തോലിക്കർക്ക് സൃഷ്ടിപരവും ആകർഷകവുമായ സംഭാവനകൾ നൽകാനുണ്ടെന്ന് നാം കാണിക്കണം എന്നാണ്. പരിശുദ്ധ പിതാവിനും റോം കുരിയായിലെ അംഗങ്ങൾക്കുമായി നടത്തിയ നോമ്പുകാല ധ്യാനത്തിൽ പ്രത്യാശയെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം ബിഷപ്പ് എറിക് വാർഡൻ പ്രധാനമായും പങ്കുവച്ച ആശയങ്ങളിൽ ഒന്ന് സ്വതന്ത്രരാവുക, സ്വാതന്ത്ര്യം നേടുക എന്നിവയെക്കുറിച്ചാണ്. എന്നാൽ സ്വാതന്ത്ര്യം എന്ന് നാം കരുതിപ്പോരുന്ന ധാരണകളെ അദ്ദേഹം തിരുത്തി എഴുതുന്നുണ്ട്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആശയം ഇപ്രകാരമാണ്: വീണുപോയ മനുഷ്യന് യഥാർത്ഥ സ്വാതന്ത്ര്യം സ്വാഭാവികമല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുക, ഇടപെടലില്ലാതെ നമ്മുടെ പദ്ധതികൾ സാക്ഷാത്കരിക്കുക, നമ്മുടെ സ്വന്തം തിളക്കമാർന്ന വിജയങ്ങളെ പ്രശംസിക്കുക, ഇവയൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് നാം ഓരോരുത്തരും കരുതുന്നു. എന്നാൽ ഇതല്ല യഥാർത്ഥ ക്രിസ്തീയ സ്വാതന്ത്ര്യം.
ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നത് ലോകത്തെ ഫലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുകയല്ല, ക്രിസ്തുവിനോടൊപ്പം ഒന്നിച്ച് ജീവിക്കുവാൻ, അതിനുവേണ്ടി നമ്മുടെ ജീവൻ നൽകുവാനും അത് സ്വതന്ത്രമാക്കപ്പെടുവാനും നമ്മെ സ്വതന്ത്രമായി ആഗ്രഹിക്കുവാൻ പര്യാപ്തമായ മഹത്തമായ സ്നേഹത്തോടെ ലോകത്തെ സ്നേഹിക്കുന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം സ്വയം ശൂന്യമാക്കിയ ദൈവപുത്രനാണ്. അതുപോലെ ക്രിസ്തുമതത്തെ തെറ്റായി നിർവചിക്കുവാനുള്ള ശ്രമങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്നും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കിടയിൽ തന്നെയുള്ള ചില പ്രഘോഷണങ്ങളുടെ പിന്നിലെ അപകടത്തെക്കുറിച്ചാണ് ബിഷപ്പ് എറിക് മുന്നറിയിപ്പ് നൽകുന്നത്. അദ്ദേഹം പറയുന്നത്, മുറിവേറ്റവനും ഉയർത്തെഴുന്നേറ്റവനുമായ യേശുവിന്റെ സന്ദേശവും സാന്നിധ്യവും ഇല്ലാതെ ക്രിസ്തുമതത്തെ പുകഴ്ത്തുവാനുള്ള ഏതൊരു ശ്രമത്തിനെതിരെയും നാം ജാഗ്രത പാലിക്കണം എന്നാണ്. മറ്റുള്ളവരെ ആക്രമിക്കുവാൻ കുരിശിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നതോ ക്രിസ്തുമതത്തിന്റെ ഏതൊരു അവതരണവും പാഷണ്ഡതയിലേക്കോ ദൈവദൂഷണത്തിലേക്കോ പോലും തിരിയുന്നതോ അപകടമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃതമായി ഉറച്ചു നിൽക്കുകയും ക്രിസ്തുവിനെ പിന്തുടരുകയും അവന്റെ കൽപ്പനകളും വാഗ്ദാനങ്ങളും ആദ്യം നമ്മിൽ തന്നെ പ്രയോഗിക്കുവാനും നാം പ്രതിജ്ഞാബദ്ധരായിരിക്കുകയും വേണം. തെറ്റുകൾ ചെയ്യുന്നവരെ സ്നേഹിക്കുക, എന്നാൽ തെറ്റുകൾ ഇല്ലെന്ന് നടിക്കുക എന്നല്ല, മറിച്ച് സംഘർഷങ്ങൾ രൂക്ഷമാക്കുന്നതിന് പകരം അവയെ ക്രിയാത്മകമായ രീതിയിൽ അഭിസംബോധന ചെയ്യുക എന്നതാണെന്നും അദ്ദേഹം തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു. ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായ ബിഷപ്പ് എറിക് വാർഡൻ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. The Shattering of Landless on Christian Remembrance, Entering the Twofold Mystery on Christian Conversion, Chastity, Reconciliation of the Senses തുടങ്ങിയവയാണ് അതിൽ ശ്രദ്ധേയം. വേദപുസ്തകത്തോടും സഭാപിതാക്കന്മാരോടുമുള്ള അദ്ദേഹത്തിന്റെ അറിവിന്റെയും സ്നേഹത്തിന്റെയും പ്രകടനങ്ങളാണ് ഇവ. ആഴമായ ശാന്തതയും ക്രിസ്തു സ്നേഹവും ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് നിരൂപകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയിലും ആരാധനക്രമത്തിലും വേരൂന്നിയ ധ്യാനാത്മകമായ വീക്ഷണകോണിൽ എപ്പോഴും അധിഷ്ഠിതമായ ആകർഷകമായ സത്യസന്ധതയോടും വിനയത്തോടും കൂടി അദ്ദേഹം പുസ്തകങ്ങളിലൂടെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ബുദ്ധിമുട്ടുകളിൽ ഇടപെടുകയും ചെയ്യുന്നു. പുസ്തകങ്ങളിൽ ഒന്നിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് അസുഖമില്ലെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്താൽ എനിക്ക് എങ്ങനെ സുഖം പ്രാപിക്കുവാൻ കഴിയും? ഈ ചോദ്യം നാം ഓരോരുത്തരും വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. നമ്മൾ കരുതുന്നത് നമുക്ക് അസുഖമില്ല, നാം സുഖമുള്ളവരാണ് എന്നെല്ലാമാണ്. പക്ഷേ ജീവിതത്തിന്റെ ഏതൊക്കെയോ വഴിത്തിരിവുകളിൽ വീണ്ടും ഒരു സ്നാനം ആവശ്യമുള്ളവർ തന്നെയല്ലേ നാം? ഇനി നമുക്ക് കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്, നമുക്ക് പരിവർത്തനം സംഭവിക്കേണ്ടതുണ്ട്. എനിക്ക് ആ മാറ്റം ആവശ്യമില്ല എന്ന് നാം ധരിക്കുന്നത് മിഥ്യാധാരണ വളർത്തലാണ്. നമുക്ക് ഇനിയും മാറാനുണ്ട്, നാം ഇനിയും പുതുക്കി പണിയേണ്ടതുണ്ട്. കൂടുതൽ അറിവുള്ളവരാകുമ്പോഴും കൂടുതൽ ഭൗതിക സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴും ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം വിശ്വാസം കൂടുതൽ സമഗ്രമായി പഠിക്കുക എന്നതാണെന്ന് ബിഷപ്പ് എറിക് ഓർമ്മിപ്പിക്കുന്നു. തിരുവെഴുത്തുകൾ വായിക്കുക, അതിൽ കൂടുതൽ അറിവുള്ളവരാകുക, സഭയുടെ കൂദാശകളെ ആഴത്തിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. എല്ലാത്തിനുപരി ക്ഷമ പരിശീലിക്കുക. അത് വളരെ ഫാഷനബിൾ ആയ ഗുണമല്ല. എനിക്ക് ഒരു ആവശ്യമോ ആഗ്രഹമോ ഉണ്ടെങ്കിൽ അത് ഉടനടി തൃപ്തിപ്പെടുത്തണമെന്ന മിഥ്യാധാരണയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വിളിക്കുവാൻ കഴിയുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ വാതിൽക്കൽ സാധനങ്ങളുമായി വരുവാൻ കഴിയുന്ന ഒരു ഡെലിവറി മാൻ ഉണ്ടായിരിക്കണം. ഞാൻ കൊതിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്ന തോന്നൽ ഒരു മിഥ്യയാണ്. ക്രെഡിറ്റ് കാർഡിൽ പണമുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കും. അതായത് ഭക്ഷണവും വസ്ത്രവും വിനോദങ്ങളും നൽകുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ മനുഷ്യന്റെ ജീവിതം വളരെ നീണ്ട കാര്യമാണ്. അതിന് നീണ്ട സമയമെടുക്കും. വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും. മനുഷ്യനെ അവന്റെ യഥാർത്ഥ പ്രതിച്ഛായയിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവൻ എവിടെ വെച്ചോ നഷ്ടപ്പെട്ട ദൈവിക ഛായ വീണ്ടെടുക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എനിക്ക് ദൈവിക ഛായ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ട ദൈവിക ഛായ വീണ്ടെടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നമുക്ക് തിരിച്ചു നടക്കാം. ദൈവത്തിലേക്ക് പല വ്യഗ്രതകളും ചേർന്ന് ഇല്ലാതാക്കിയ, നഷ്ടപ്പെടുത്തിയ ദൈവിക ഛായ വീണ്ടെടുക്കുമ്പോൾ മാത്രമേ നാം ദൈവത്തിന്റെ മക്കളായി തീരുകയുള്ളൂ. അത്തരമൊരു തിരിച്ചറിവ് നൽകുവാൻ ബിഷപ്പ് എറിക് വാർഡന്റെ അത്ഭുത മാനസാന്തരം നമുക്ക് വഴികാട്ടിയാവട്ടെ. ജീവിതഗന്ധിയായ മറ്റൊരു അത്ഭുത മാനസാന്തര ജീവിതവുമായി നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കണ്ടുമുട്ടാം.